മൂന്നാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നു. എന്തോ ഒരു വിഷയവുമായിട്ടാണ് വരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വിഷയം അവതരിപ്പിക്കുന്നു. ഏറ്റവും ചെറിയ ആളാണ് പറയുന്നത്. റസൂലുള്ള പറഞ്ഞ് കബീർ കബീർ, ചെറിയ ആളവിടെ നിൽക്ക്, വലിയ ആള് പറയട്ടെ. ഇത് നമുക്കൊരു പാഠമാണ്. ഒരിക്കലും നമ്മൾ നമുക്കറിയാം ന്യായം, നമുക്കറിയാം പറയുന്നത്. പക്ഷേ നമ്മളെ മുതിർന്ന ആൾക്കാർ പറയുന്ന ഒരു പക്ഷേ നമ്മൾ പറയുന്ന അത്ര ന്യായമായിരിക്കില്ല. എന്നാലും നമ്മൾ ചാടി കയറി ആ സദസ്സിനെ അഭിമുഖീകരിക്കരുത്, ആ സദസ്സിൽ പറയരുത് എന്നുള്ള വലിയൊരു സന്ദേശം. എന്തൊരു മര്യാദയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഇന്ന മിനശ്ശജറതി ശജറത്തും മസലഹാ കമസലിൽ മുസ്ലിം. ഒരു മരം, ആ മരത്തിനെ നമുക്ക് മുസ്ലിമിനോട് ഉപമിക്കാം. ആ മരം ഏതാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ മുതിർന്ന സ്വഹാബികൾക്കാർക്കും അതിന്റെ ഉത്തരം അറിയില്ല. ആ കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. ഉത്തരം അറിയാം ആ കുട്ടിക്ക്, പക്ഷെ ആ കുട്ടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സദസ്സിൽ നിന്നിറങ്ങി ഉപ്പയുടെ കൈ പിടിച്ച് നടക്കുന്ന ആ കുട്ടി പറയാം, ഉപ്പാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ കുട്ടി പറയും, ഉപ്പാ എനിക്കറിയാം അതിന്റെ ഉത്തരം, പക്ഷെ ഞാനിത് പറയാതിരുന്നത് എന്നേക്കാൾ മുതിർന്ന സ്വഹാബിമാർ ആ സദസ്സിലുണ്ട്. അവരെ ഇടയിൽ നിന്ന് ഞാനത് പറയുമ്പോ അവർ ചെറുതായി പോകുമെന്നുള്ളൊരു ഭയപ്പാട് എന്നെ സ്വാധീനിച്ചത് കൊണ്ടാണ്. ഇത് വലിയൊരു മെസ്സേജാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഒരു അധവും മര്യാദയും വളർന്നു വരുന്ന ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരും, മുതിർന്ന ആൾക്കാരുടെ ഇടയിൽ അത് സ്വീകരിക്കണമെന്നുള്ളൊരു വലിയൊരു സന്ദേശമല്ലേ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന പാഠം. എത്രത്തോളം മുതിർന്ന ആൾക്കാരോടൊപ്പം നടക്കുകയാണെങ്കിൽ പോലും ഒരു ഇമാമിന്റെ കൂടെ ഒരു മഅ്മൂം എങ്ങനെയാണോ നമസ്കരിക്കുന്നത് അതുപോലെ അയാളുടെ വലഭാഗം ചേർന്ന് നടക്കാൻ പാടുള്ളൂ എന്ന് ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ മുതിർന്ന ആൾക്കാർക്കുള്ള മഹത്വവും പവറും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.